ഇന്നലെയായിരുന്നു കണ്ണൂർ കീഴറ കീഴറയിൽ സ്ഫോടനമുണ്ടായത്. പുലർച്ചെ 2 മണിയോടുകൂടിയായിരുന്നു. അതിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം വൈകുന്നേരത്തോടു കൂടി ഇതിന്റെ മുഖ്യപ്രതിയായിട്ടുള്ള അനൂപ് മാലിക്കിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ തെളിവെടുപ്പിനായി സംഭവസ്ഥലത്ത് എത്തിക്കുമെന്നുള്ളൊരു കാര്യമാണ്. കണ്ണൂരിൽ നിന്നും സന്തോഷ് കൂടി ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സന്തോഷ്, അതായത് ഉത്സവത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളായിരുന്നു ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചത് എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ അനൂപ് മാലിക് എന്ന് പറയുന്ന ഈ വ്യക്തിയെ തെളിവെടുപ്പിന് കൊണ്ടുവരും. ഒപ്പം തന്നെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കളൊക്കെ ഒരു വാടക വീട്ടിൽ സൂക്ഷിച്ചത് എന്നൊരു കാര്യം, അത് സുപ്രധാനമായൊരു ചോദ്യമാണ്. അതെപ്പോഴും ഉത്തരം കിട്ടാതെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും എങ്ങനെയൊക്കെയാണ് പോലീസിന്റെ നീക്കങ്ങൾ, സന്തോഷ്? ഭദ്ര, ഇപ്പോഴും കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ അനൂപ് മാലിക്കിനെ ഈ അന്വേഷണ സംഘം പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് അനൂപ് മാലിക്കിൽ നിന്നും പോലീസിന് ലഭിക്കാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്ഫോടനമുണ്ടായ കീഴറയിലെ വീട്ടിൽ എന്തിനു വേണ്ടിയാണ് ഈ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചത്, ആർക്ക് നൽകുന്നതിന് വേണ്ടിയാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പോലീസിന് ലഭിക്കാനുണ്ട്. ഇത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള മൊഴി ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കാരണം ഇത് ഉത്സവങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വലിയ ഗുണ്ടുകൾ, നല്ല ഉഗ്രശേഷിയുള്ള ഗുണ്ടുകളാണ്, ആ സാധനങ്ങളാണ് കൂടുതലായും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ അത് ഉത്സവത്തിൻ്റെ സീസണുമല്ല. കണ്ണൂർ ജില്ലയിലോ അല്ലെങ്കിൽ മലബാർ മേഖലയിലോ ഇപ്പോൾ ഉത്സവങ്ങൾ നടക്കുന്ന ഒരു സീസണുമല്ല. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ഈ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചത്? ഈ ഉത്സവത്തിന് ഉപയോഗിക്കുന്ന ഗുണ്ട എന്ന് പറയുമ്പോൾ അത് ഒരു ജീവൻ എടുക്കാനും പോലും ശേഷിയുള്ള, ഉഗ്രശേഷിയുള്ള വെടിമരുന്ന് തന്നെയാണ് അതിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്തിനു വേണ്ടി നിർമ്മിച്ചു, വൻതോതിൽ ഈ നിർമ്മാണം അവിടെ നടന്നിട്ടുണ്ട്, അതെന്തിനു വേണ്ടി നിർമ്മിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അനൂപ് മാലിക്കിൽ നിന്നും പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. അക്കാര്യത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. മറ്റൊന്ന്, മറ്റേതെങ്കിലും വാടക വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സമാനമായ രീതിയിൽ ഈ സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണം നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് അന്വേഷിച്ചു വരുന്നത്. കാരണം ഈ അനൂപ് മാലിക്കിനെതിരെ നേരത്തെയും സമാനമായ കേസുകൾ, 7 കേസുകൾ സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ട അനൂപ് മാലിക്കിനെതിരെ ഉണ്ട്. 2016 പള്ളിക്കുന്നിൽ സമാനമായ സംഭവത്തിൽ സ്ഫോടനത്തിൽ വീട് തകർന്നത് ഉൾപ്പെടെയുള്ള കേസുകളാണ് അനൂപ് മാലിക്കിനുള്ളത്. വാടക വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുള്ള വാടക വീടുകൾ കണ്ടെത്തുക, അവിടെ ഈ വെടിമരുന്ന് ശേഖരിച്ചു വെച്ച് സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണം നടത്തുക, ഇതാണ് അനൂപ് മാലിക്കിൻ്റെ പ്രധാനമായിട്ടുള്ള ബിസിനസ് എന്ന് പറയുന്നത്. അത് പല സ്ഥലങ്ങളിലേക്ക് ആളുകൾക്കായി ഉത്സവങ്ങൾക്കും മറ്റും വലിയ തോതിൽ എത്തിച്ചു നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ അനധികൃതമായിട്ടുള്ള ഈ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വച്ചിട്ടുണ്ടോ, അതിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസിന് അറിയേണ്ടതുണ്ട്. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചോദ്യം ചെയ്യലിലൂടെ പോലീസ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായി ചോദ്യം ചെയ്യലിന് ശേഷം അനൂപ് മാലിക്കിനെ തെളിവെടുപ്പിനായി കീഴറയിലെ ഈ സ്ഫോടനം നടന്ന വീട്ടിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും ഇന്ന് മജിസ്ട്രേറ്റിന് മുൻപാകെ ഈ പ്രതിയെ ഹാജരാക്കുന്നത്. സ്ഫോടനത്തിൽ ഈ അനൂപ് മാലിക്കിൻ്റെ ബന്ധു തന്നെയായിട്ടുള്ള മുഹമ്മദ് ആഷാമാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. മാത്രമല്ല ഈ വീട്ടിൽ 2 പേരാണ് സ്ഥിരമായി വരാറുള്ളത് എന്നുള്ള മൊഴി പ്രദേശവാസികൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് അനൂപ് മാലിക് തന്നെയാണോ എന്നുള്ളത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. മറ്റാർക്കെങ്കിലും ഈ സ്ഫോടക വസ്തു നിർമ്മാണത്തിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസിന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ സംഭവമായിരുന്നു കീഴറയിൽ ഇന്നലെ ഉണ്ടായ സ്ഫോടനം എന്ന് പറയുന്നത്. തീർത്തും നാട്ടിൻപുറത്തുള്ള ഒരു ജനവാസ മേഖലയിൽ ഒരു വാടക വീട്, ഒരു വർഷത്തിലധികമായി അവർ ഇവിടെ ഈ വീട് വാടകയ്ക്കെടുത്തിട്ട് ഈ വീട്ടുടമസ്ഥരോട് പറഞ്ഞിരിക്കുന്നത് പയ്യന്നൂരിൽ സ്പെയർ പാർട്സുകൾ വിതരണം ചെയ്യുന്ന ജോലിയാണ് എന്ന് പറഞ്ഞാണ് ഈ വീട് തരപ്പെടുത്തിയത്. ഇവരുടെ പശ്ചാത്തലം കൂടുതലായി വീട്ടുകാർ അന്വേഷിക്കുകയും ചെയ്തിട്ടില്ല. അതിനുള്ള കാരണം പയ്യന്നൂരിൽ വീട് ശരിയാകുന്നതോടുകൂടി അങ്ങോട്ടേക്ക് മാറും, താൽക്കാലികമായാണ് ഇവിടെ നിൽക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഈ വീട് വാടകയ്ക്ക് നൽകുന്നു എന്ന് പറഞ്ഞ് അവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിരുന്നു. അത് കണ്ടാണ് അനൂപ് ഈ വീട്ടുകാരെ സമീപിക്കുകയും വീട് വാടകയ്ക്ക് എടുക്കുകയും ചെയ്യുന്നത്. വളരെ ആസൂത്രിതമായാണ്. പ്രത്യേകിച്ചും ഈ വീട് ഒരു ചെറിയ കുന്നിന് മുകളിലുള്ളതാണ്. ആ ഭാഗത്ത് മറ്റ് വീടുകളില്ല. അതിൻ്റെ താഴെ ഒരു റോഡിന് താഴെയാണ് നിരവധി വീടുകളുള്ളത്. ഈ താഴെയുള്ള വീടുകൾ 400 മീറ്റർ ദൂരെയുള്ള അത്യുഗ്ര സ്ഫോടനമാണ് നടന്നത്. വീടുകളുടെ ജനൽ ചില്ലുകൾ പോലും
ഇന്നലെ തകർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ സമാനമായി മറ്റെവിടെയെങ്കിലും സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് പോലീസ് ഈ ചോദ്യം ചെയ്യലിൽ പ്രധാനമായും അനൂപ് മാലിക്കിൽ നിന്നും കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ആ കാര്യങ്ങൾ വിവരങ്ങൾ ലഭ്യമാകുന്നത് ഈ അന്വേഷണത്തിൽ സഹായകരമാകും. കാരണം ഇത്തരത്തിലുള്ള ഒരു വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് ഈ ചോദ്യം ചെയ്യലും അതിനുശേഷം തെളിവെടുപ്പും പൂർത്തിയായതിനു ശേഷമായിരിക്കും അനൂപ് മാലിക്കിനെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുന്നത്. ഭദ്ര. ശരി, സന്തോഷ്. എന്തായാലും ഈ അനൂപ് മാലിക് എന്ന് പറയുന്ന വ്യക്തി നിരവധിയായിട്ടുള്ള കേസുകളിൽ പ്രതിയാണ് എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇനി ഇത്തരത്തിൽ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ചോദ്യങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ തെളിവെടുപ്പ് നടക്കും.